ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നൊരു ഡിഗ്രി പഠിച്ചിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ളൊരു വീഡിയോ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനു കൂടെ തന്നെ രണ്ട് കോഴ്സ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന രണ്ട് കോഴ്സിനെ കുറിച്ചും വിശദീകരിക്കാം. അതിനോടൊപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ നമ്മുടെ അദാനിയുടെ ഓഫീസിലിട്ട് ഡയറക്റ്റ് അപേക്ഷ നൽകാനുള്ള ഒരു സൈറ്റ് കൂടി ഞാൻ ഇതിനകത്ത്, മെയിൽ ID കൂടി ഞാൻ ഇതിനകത്ത് ഇടുന്നുണ്ട്. നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഞാൻ ഈ പറയാൻ ഉദ്ദേശിക്കുന്ന 3 കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ, ഒരു കോഴ്സ് ഡിപ്ലോമ വെയർഹൗസ് മാനേജ്മെൻറ്റ് എന്നുള്ളൊരു കോഴ്സ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ബാച്ചിലത്തെ ക്ലാസ്സുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ കോഴ്സ് എന്നുള്ളത് ഫ്രണ്ട് ഓഫ് ഹൗസ് എക്സിക്യൂട്ടീവ് എന്നുള്ളതാണ്. മൂന്നാമത്തെ എന്ന് പറയുന്നത് പോർട്ട് മാനേജ്മെൻറ്റ് ടെർമിനൽ ഓപ്പറേറ്റർ മാനേജ്മെൻറ്റ് എന്നുള്ളൊരു കോഴ്സാണ്. പിന്നെ അതിനോടൊപ്പം തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന 2 കോഴ്സുകൾ കൂടെ ഉണ്ട്. അതിനെയും കൂടെ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് അതിനെയും കൂടെ വിശദീകരിക്കുന്നതായിരിക്കും. അപ്പം ഞാൻ ഈ 3 കോഴ്സിനെ കുറിച്ച് ഞാൻ ആദ്യമായിട്ട് പറയാം. ഡിപ്ലോമ വെയർഹൗസ് മാനേജ്മെൻറ്റിൻ്റെ കോഴ്സ് അത് ഒരു 2 ആഴ്ചയോളമായി അതിൻ്റെ ക്ലാസ് ട്രെയിനിങ് നടക്കുന്നു. അതിൻ്റെയുള്ള അപേക്ഷകൾ വീണ്ടും നിങ്ങൾക്ക് രണ്ടാമത്തെ ബാച്ചിലത്തേക്കുള്ള അപേക്ഷകൾ നിങ്ങൾക്ക് വീണ്ടും സമർപ്പിക്കാവുന്നതാണ്. ഫ്രണ്ട് ഓഫ് ഹൗസ് എക്സിക്യൂട്ടീവിൻ്റെയും പോർട്ട് മാനേജ്മെൻറ്റ് ടെർമിനൽ ഓപ്പറേറ്റർ മാനേജ്മെൻറ്റിൻ്റെയും അപേക്ഷകൾ സ്വീകരിക്കുന്നു. ഇതിനകത്ത് പോർട്ട് മാനേജ്മെൻറ്റ് ടെർമിനൽ ഓപ്പറേറ്റർ മാനേജ്മെൻറ്റ് എന്നുള്ളത് എല്ലാ ഡിഗ്രി പഠിച്ചവർക്കും അപേക്ഷ നൽകാൻ കഴിയില്ല. അതിൻ്റെ 2 കോഴ്സിലുള്ളവരെ, 2 സബ്ജക്റ്റ് പഠിച്ചവരെ അതിൽ നിന്നും ഒഴിവാക്കുന്നുണ്ട്. അതെല്ലാം നമുക്ക് നോക്കാം. സുവോളജി പഠിച്ചവരെയും ബോട്ടണി പഠിച്ചവരെയും അതിനകത്ത് എടുക്കുന്നില്ല. സയൻസ് ഗ്രൂപ്പ് ആയതുകൊണ്ട് അവരതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ BBA പഠിച്ചവർക്ക് വളരെ റെയറായിട്ട് മാത്രമേ ഇതിനകത്ത് സാധ്യതയുള്ളൂ. അവർക്ക് മറ്റ് 2 കോഴ്സുകൾ, അതായത് ഡിപ്ലോമ വെയർഹൗസ് മാനേജ്മെൻറ്റും ഫ്രണ്ട് ഓഫ് ഹൗസ് എക്സിക്യൂട്ടീവിലും അപേക്ഷ നൽകാം. ഈ 3 പേർക്കും ആ ഒരു 2 കോഴ്സിലത്തേക്ക് അപേക്ഷ നൽകാം. അതുമാത്രമല്ല, നമുക്ക് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഞാൻ ഈ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ മറ്റുള്ളവർക്കും കൂടി ഈ ഒരു കോഴ്സിനെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഈ പോർട്ടിൽ ധാരാളം ജോലി സാധ്യതകൾ ഉള്ളതുകൊണ്ടും നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് അവരും കൂടെ ഈ പോർട്ടിൽ ജോലിക്ക് അവർക്കും കിട്ടാനിട വരട്ടെ എന്നുള്ളത് കാരണമാണ് ഞാൻ പറയുന്നത് ഷെയർ ചെയ്യുക എന്നുള്ളത്. ഇനി മറ്റ് 2 കോഴ്സുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, ഒന്ന് ITV, 10ാം ക്ലാസ്സും +2 പാസ്സായിട്ടുള്ളവർക്ക് ITV ട്രക്ക് ഓടിക്കാനുള്ള ഒരു കോഴ്സാണ്. അവിടെ അതിൻ്റെ വീഡിയോ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്, വിശദമായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ അത്രയും പ്രതിപാദിച്ച് പോകുന്നില്ല. 5 വർഷത്തെ ലൈസൻസ് ഉള്ളവരും 5 വർഷത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നൽകുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോഴ്സിലേക്ക് ചേരാം. 2 മാസത്തെ കോഴ്സാണ്. അതുപോലെ ലാഷ് എന്നുള്ളത് ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള കോഴ്സാണ്. ലാഷ് എന്നുള്ളത് അതിന് ഏറ്റവും കൂടുതൽ കുട്ടികളുള്ളതുകൊണ്ട് 2 ബാച്ചിലായിട്ടാണ് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 45 ദിവസമാണ് അതിൻ്റെ ട്രെയിനിങ് കാലാവധി വരുന്നത്. അതുമാത്രമല്ല, നേരത്തെ പറഞ്ഞിരിക്കുന്ന ഡിപ്ലോമ വെയർഹൗസ് മാനേജ്മെൻറ്റിൻ്റെയും ഫ്രണ്ട് ഓഫ് ഹൗസ് എക്സിക്യൂട്ടീവിൻ്റെയും കോഴ്സുകളുടെ ഫീസ് എന്ന് പറഞ്ഞ് 25,000 രൂപയാണ്. ഇതിൻ്റെ പോർട്ട് മാനേജ്മെൻറ്റ് ടെർമിനൽ ഓപ്പറേറ്റർ മാനേജ്മെൻറ്റ് എന്നുള്ളതിൻ്റെ കോഴ്സ് ഫീസ് ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല. എൻ്റെ ഉദ്ദേശത്തിൽ 50 രൂപയ്ക്ക് മുകളിൽ പോകാൻ സാധ്യതയുണ്ട്. ഇനി വരാൻ പോകുന്ന 2 കോഴ്സുകൾ എന്നുള്ളത് മോറിൻ ക്രൂ, ആ ഒരു കോഴ്സും അടുത്ത് ഇനി നേഴ്സിംഗ് അസിസ്റ്റൻ്റ് എന്നുള്ളൊരു കോഴ്സും ഇനി വരാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല, എൻ്റെ സെക്യൂരിറ്റി ജോബ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ഇവിടെ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ അടുത്ത ഇതിൽ നൽകാം. ഷെൻഹുവ 35 ഇവിടെ ഇറക്കിയിരിക്കുന്ന ഷിപ്പിൽ നിന്നും ക്രൈൻ ഇറക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്, നേരിട്ട് കിട്ടിയ ദൃശ്യങ്ങളാണ് അതിനകത്ത് ഞാൻ ഇട്ടിട്ടുള്ളത്. അതിനകത്ത് നിങ്ങൾക്ക് അത് കാണാം. പിന്നെ അതുമാത്രമല്ല, ഈ അദാനിയുടെ ഈ കോഴ്സിനെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് യുവാക്കൾക്ക് ലാഷർ എന്നുള്ള ഒരു കോഴ്സ് യുവതികൾക്ക് ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാ കോഴ്സിലേക്കും യുവാക്കൾക്ക് അപേക്ഷ നൽകാം. ക്രൈൻ ഓപ്പറേറ്റർ ഉൾപ്പെടെ അപേക്ഷ നൽകാം. ക്രൈൻ നിങ്ങൾക്ക് ഓടിച്ച് കാണിക്കേണ്ട കാര്യമില്ല. ക്രൈനെല്ലാം കമ്പ്യൂട്ടറും റിമോട്ടും ഉപയോഗിച്ചാണ് ഈ ക്രൈനുകൾ ഓടിക്കുന്നത്. അതുകൊണ്ട് സ്ത്രീകൾക്കും അതിനകത്ത് അപേക്ഷ നൽകാം.
ഈ നമ്മുടെ ഈ കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അദാനിയുടെ ഓഫീസിൽ ഡയറക്റ്റായിട്ട് അപേക്ഷ നൽകാൻ വേണ്ടിയിട്ട് hr.avppl@adani.com ഇതാണ് അവിടുത്തെ അപേക്ഷകൾ ഡയറക്റ്റായിട്ട് സ്വീകരിക്കുന്ന അഡ്രസ്സ്. അതിനകത്ത് നിങ്ങൾ പ്രത്യേകം അപേക്ഷ ഫോമുണ്ട്. അതുമാത്രമല്ല, നിങ്ങൾ കൊടുക്കുന്ന ഈ ഡയറക്റ്റായിട്ട് നിങ്ങൾ നൽകുന്ന അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ അവർ അതിനെ റിജക്റ്റ് ചെയ്യും. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഞാൻ എൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുള്ളത്. ആ നമ്പറിൽ വിളിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ഞാൻ സഹായിക്കാം. നിങ്ങൾക്കൊരു അപേക്ഷ നൽകുമ്പോൾ അതിൻ്റെ തെറ്റ് സംഭവിക്കാതിരിക്കാൻ ഞാനത് ക്ലിയറായിട്ട് നോക്കി മനസ്സിലാക്കി എന്തൊക്കെ വേണം എന്നുള്ളതിനെക്കുറിച്ചെല്ലാം ഞാൻ അതിനകത്ത് നിങ്ങളെ ഞാൻ സഹായിക്കാം. അത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ നൽകാം. നമുക്ക് നേരിട്ട് അപേക്ഷ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം.